നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 17 വ്യാഴം. കർക്കിടക മാസത്തിനും ഇന്നു തുടക്കം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം തേടുന്ന കാലം കൂടിയാണ് കർക്കിടക മാസം. ഈ മാസം 20 വരെ സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിൽ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ പരീക്ഷ കഴിഞ്ഞ് സർക്കാരിന് പ്രോസ്പെക്ടസ് മാറ്റാമോ എന്ന കാര്യം 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഇക്കാര്യത്തിൽ കേരള സർക്കാരിന് നോട്ടീസ് അയച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ വൈകിട്ട് 4 വരെയാണെന്നും ഷെഡ്യൂൾ പ്രകാരം തന്നെ ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്നും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു. എഡിറ്റിംഗിന് ശേഷം സമർപ്പിച്ച ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയതായി സെൻസർ ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. സിനിമ ഇന്നു മുതൽ പ്രദർശനത്തിനെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. മുൻ മന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ CV പത്മരാജൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. മിച്ച ബജറ്റ് അവതരിപ്പിച്ച ചുരുക്കം ധനമന്ത്രിമാരിൽ ഒരാളാണ് പത്മരാജൻ. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈദ്യുത മന്ത്രിയായിരിക്കെയാണ് 20 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കിയത്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പരവൂരിലെ കുടുംബ വീട്ടിൽ നടക്കും. ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയിൽ കേസെടുത്തത് ഡ്രൈവർക്കെതിരെ. പമ്പ പോലീസാണ് ചൊവ്വാഴ്ച രാത്രി ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം അലക്ഷ്യമായും അപകടകരമായും വാഹനം ഓടിച്ചെന്നും നിയമവിരുദ്ധമായി ആളുകളെ ട്രാക്ടറിൽ കയറ്റിയെന്നുമാണ് കേസ്. അതേസമയം ADGP പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്ത സംഭവം ദൗർഭാഗ്യകരമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശയുമായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. പൂരം അലങ്കോലപ്പെട്ടിട്ടും അജിത് കുമാർ ഇടപെടാതിരുന്നത് കർത്തവ്യ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി S ദർവേഷ് സാഹിബ് ADGP ആയിരിക്കെ നൽകിയ റിപ്പോർട്ട് ശരിവയ്ക്കുന്നതാണ് സിൻഹയുടെ റിപ്പോർട്ട്. പേ പിടിച്ചതും മറ്റു രോഗബാധയുള്ളതുമായ തെരുവുനായ്ക്കളുടെ ദയാവധത്തിനു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും രോഗം പടർത്തുന്ന സാഹചര്യം മൃഗങ്ങളിലുണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അവ ദയാവധത്തിന് വിധേയമാക്കാമെന്ന കേന്ദ്ര ചട്ടത്തിലെ വ്യവസ്ഥകൾ പാലിച്ചാകും നടപടികൾ. പേവിഷബാധ സംബന്ധിച്ച് സർക്കാർ വെറ്റിനറി സർജൻ സാക്ഷ്യപത്രം നൽകണം. യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നും ദയാധനം സ്വീകരിക്കില്ലെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ അബ്ദുൾ വ്യക്തമാക്കിയതോടെ മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിൽ. ശിക്ഷ നടപ്പാക്കാൻ തീയതി തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരമാണെന്നും ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നുമാണ് സഹോദരൻ സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നത്. തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് പല മാർഗങ്ങളിലൂടെ ശ്രമം തുടരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും പറയുന്നു. 4 ആഴ്ചയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിച്ചു. പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്ന പരീക്ഷണ പറക്കലുകൾ, ഇന്ത്യൻ പ്രതിരോധ സേനയുടെ അനുമതി എന്നീ കടമ്പകൾ കൂടി പൂർത്തിയാക്കിയാൽ വിമാനം അടുത്തയാഴ്ച തിരികെ കൊണ്ടുപോകും. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സിനിമാ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നയരൂപീകരണത്തിനായി ഓഗസ്റ്റ് 2, 3 തീയതികളിൽ നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 1 മാസത്തിനിടെ പനി ബാധിതരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധന. ജൂൺ 15-ന് 3938 പേരാണ് പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 11 മുതൽ വൈകിട്ട് 4 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിദേശത്തേക്ക് ബാങ്ക് വഴി കള്ളപ്പണം കടത്തുന്നതിന് പിന്നിൽ വൻ ശൃംഖല. കള്ളപ്പണ ഇടപാടുകാർക്ക് പുറമെ ചില സ്വകാര്യ ബാങ്കുകൾ, അവരുടെ റഫറൽ ഏജന്റുമാർ, ട്രാവൽ ഏജൻസികൾ, വിദേശ നാണ്യ വിനിമയ സ്ഥാപനങ്ങൾ എന്നിവയും ഈ ശൃംഖലയിലുണ്ടെന്ന് ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കണ്ടെത്തി. കേരളത്തിൽ നിന്ന് 5 വർഷത്തിനിടെ ഒറ്റ സ്വകാര്യ ബാങ്കിലൂടെ മാത്രം 2700 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വിദേശത്തേക്ക് കടത്തിയതായി ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കണ്ടെത്തിയിരുന്നു.
1 ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് ഇന്നു മുതൽ 529 രൂപ. ലിറ്ററിന് 110 രൂപ കൂട്ടി 4 മാസത്തിനുള്ളിലെ 4ാമത്തെ വില വർധനയാണിത്. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിക്കുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ എത്തിക്കാൻ സപ്ലൈകോ തീരുമാനം. സംസ്ഥാനത്തിനു പുറത്തുള്ള വെളിച്ചെണ്ണ വിതരണക്കാർക്ക് കൂടി സപ്ലൈകോയുടെ ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകാൻ മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ആവശ്യാനുസരണം എണ്ണ ലഭിച്ചാൽ എല്ലാ കാർഡുടമകൾക്കും ലിറ്ററിന് 329 രൂപ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനാണ് നീക്കം. ടെൻഡർ നടപടി ഇന്ന് തുടങ്ങും. നെൽകൃഷിയിലും ഉൽപാദനത്തിലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യ മികച്ച നേട്ടം കൈവരിച്ചു. അതേസമയം ഇക്കാലയളവിൽ അരി ഉൽപാദനത്തിൽ കേരളം ബഹുദൂരം പിന്നിലായി. 2020-21 6.34 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ച കേരളത്തിൽ 2024-25 ഉൽപാദനം 5.28 ലക്ഷം ടണ്ണായി കുറഞ്ഞു. ത്രിരാഷ്ട്ര T20 ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലൻഡിന് 21 റൺസ് ജയം. ഇംഗ്ലണ്ടിനെതിരായ അണ്ടർ-19 യൂത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് സമനില. ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായ 1ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 4 വിക്കറ്റിന്റെ ആവേശ ജയം. പുറത്താകാതെ 62 റൺസെടുത്ത ദീപ്തി ശർമ്മയുടെ മികച്ച ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.